എൻ്റെ മൂത്ത മകൻ അവൻ 1.5 വയസ്സുള്ളപ്പോൾ റേഡിയോയിൽ കൂടിയൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മറ്റ് കളികളൊക്കെ നിർത്തിവെച്ച് പാട്ട് തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആദ്യം കേട്ട പാട്ടുകൾ തന്നെ വീണ്ടും കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ഇവൻ ചുണ്ടുകൾ അനക്കാൻ തുടങ്ങി. പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഈ പാട്ടിനൊപ്പിച്ച് ഇവൻ തന്നെത്താൻ പാടാൻ തുടങ്ങി. ചെറിയ കുട്ടികൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ആദ്യമൊക്കെ ഞാനത് അവഗണിച്ചു. മാത്രമല്ല, എൻ്റെ മകന് പാടാനുള്ള കഴിവ് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ആ വിചാരം തെറ്റി. കുറേ കൂടി കഴിഞ്ഞപ്പോൾ അവൻ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ പാടുന്നതായിട്ട് എനിക്ക് തോന്നി. ഇതാണോ ജന്മവാസന? ഇങ്ങനെയാണോ ജന്മവാസന? വളയത്തിനകത്തൂടെ ചാടുന്നതും വളയമില്ലാതെ ചാടുന്നതും തമ്മിലുള്ള വ്യത്യാസമായിരിക്കാം ഒരുപക്ഷേ ജന്മവാസനയുള്ളവൻ ചിട്ടയായ പഠനത്തിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതും പഠനമില്ലാതെ മുന്നോട്ട് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ മകൻ പ്രൈമറി ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ പാട്ടുപാടി സമ്മാനങ്ങൾ വാങ്ങാൻ തുടങ്ങി. പിന്നീടത് ജില്ലാതലത്തിലായി. ഹൈസ്കൂളിലെത്തിയപ്പോൾ സംസ്ഥാന യുവജനോത്സവത്തിൽ അവന് പാട്ടിന് 1ാം സമ്മാനം കിട്ടി. ജന്മവാസന കൊണ്ട് മാത്രം ഒരാളൊരു പ്രത്യേക കലയിൽ പ്രാവീണ്യമുള്ളവനായി തീരണം എന്നില്ല. അഭിനയം പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ നല്ല നടനാവണമെന്നില്ല. ഉദാഹരണം ഞാൻ തന്നെ.